ഹലോ, ദുബായിലുള്ള മെയിൻ ഹോസ്റ്റിന് പൊള്ളിയിട്ടുണ്ടല്ലോ, മൂട്ടിൽ തീയായ. ഏ എൻ്റെ ഗിഫ്റ്റർ പോയല്ലേ? ഗിഫ്റ്റർ പോകുമൊന്നുമില്ല, പകുതിയും പകുതിയാണല്ലോ, 50-50. ഇത് ഇവിടുന്ന് ഇതാക്കിയിട്ട് എനിക്ക് പതുക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുമല്ലോ. സാധാരണല്ല ഈ കറുപ്പിനെ വെളുപ്പിക്കൽ. പണ്ടൊക്കെ കറുപ്പിനെ വെളുപ്പിക്കൽ എങ്ങനെയാണെന്നറിയോ? നല്ല ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ച് പ്രൈമർ അടിച്ച് പൊട്ടിയിട്ട് നല്ല വരതി അത് പോളിഷ് ആയി കഴിഞ്ഞാൽ പിന്നെയും പെയിൻ്റ് അടിച്ചിട്ടിരുന്നു. അപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക്, അതായത് ഈ വേർപ്പിൻ്റെ അസുഖമുള്ളവരെ പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. വലിയൊരു ടി വി ഒക്കെ ബാക്കിൽ വെച്ച് അതിൽ ഇങ്ങനെ തീയിട്ടിട്ട് ഉമ്മാക്ക് താലി കൊടുത്ത് താലിമാല പണിഞ്ഞു. ചാക്ക് കൊണ്ട് 2 ചാക്ക് കൊണ്ട് താലിമാല പണിഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, സന്തോഷായില്ലേ? നാണം ഉണ്ടോടാ കയ്യിലെ? അന്യമേർക്കുന്ന പൈസ, ഏതോ പാവങ്ങളുടെ പൈസ എടുത്തിട്ട് ആ ഒരു വീട്ടിൽ കല്യാണം നടക്കേണ്ടതാണ്. ആ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ ആത്മഹത്യ നടക്കും. ആ പൈസ കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ജായ് ഖലീഫ, പിന്നെന്താണ് ഹൈദർ അലി, പിന്നെ വേറൊരു ഇതുകൊണ്ട് സുൽത്താൻ, അങ്ങനെയുള്ള 4 ID ഉള്ളത്. ആ 4 ID ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്തുവല്ലോ. പോയാ ഗിഫ്റ്റർ മുങ്ങിയ. ആ ഗിഫ്റ്റർ ഇവിടെ സിഗരറ്റ് ഓർഡർ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, സിഗരറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ടായിരുന്നു, അവന് ക്യൂ നിൽക്കുന്നവരുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ചെല്ലുണ്ട്, എന്താ അറിയോ? നാട്ടുകാരെ കൊണ്ടില്ല തീട്ടം കണ്ടിട്ട് പട്ടിനെ വളർത്തുകയെന്ന്. ആ അവസ്ഥയാണ് ഇപ്പോൾ. ചത്തോരം മൂഞ്ചാൻ പോയിക്കോട്ടെ, ഇതിനേക്കാൾ നല്ലത്. അവന് രാവിലെ എന്താ പറയുക, രാത്രി നല്ലോണം തിന്നിട്ട് രാവിലെ പോയിട്ട് ഒരു പ്ലേറ്റിലേക്ക് തൂറുക, എന്നിട്ട് അത് വാരി തിന്നുക, തീട്ടം തിന്നുക നല്ലത്. എന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്തോ ആക്കും, മറ്റേതാക്കും, മറിച്ചതാക്കുന്നു. എവിടെയാണ് എൻ്റെ ഗിഫ്റ്ററെ കൊടുക്കുക, പൈസ കൊടുക്കാൻ പറ. പാവങ്ങൾ അവറ്റങ്ങളെ കല്യാണം നടക്കേണ്ടതാ 3-ാം തീയതി. ഞാൻ ഇതിലത് മെൻഷൻ ചെയ്ത് വെക്കാം. കല്യാണം നടക്കേണ്ടതാ. ആ കല്യാണം ഞാൻ എന്താ ചെയ്യുക? അവർ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇവിടുന്ന് പൈസ വേഗം എത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ കൈ കൊടുക്കുന്നത്. വലിയൊരു എമൗണ്ടാ നശിപ്പിച്ചില്ലേ? നാണം ഉണ്ടോടാ കൈതല? അവറ്റങ്ങളെ കരച്ചിലല്ലടാ, നാറികളെ ചിരി അല്ലേ? ഇനി എന്താക്കുക നിങ്ങൾ? എന്നിട്ടിപ്പോൾ ഇരുന്നിട്ട് കുറേ ആളെ കൂട്ടിയിട്ട് വലിയ ടീം വെച്ചിട്ട് അവരോട് കളിച്ച പോലെ ആവില്ല. ഞാൻ എന്നോടും കളിക്കും, എൻ്റെ വാപ്പാനോടും കളിക്കും. എന്താക്കുക? അന്ന് ഞാൻ എന്നെ ലൈവിലിരുത്തിയിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഓർമ്മ ഉണ്ട് എനിക്ക്? അത് ഞാൻ ഇപ്പോഴും പറയുന്നു. എൻ്റെ തന്തയല്ല എൻ്റെ തന്തയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. മവനെ കൊലഗാണ്ടിലിരിക്ക്, കൊല്ലാതെ വിട മാട്ടെ. ഓക്കെ, ഇനി പോയിട്ട് അവിടെ വെക്ക് എന്ന് വെച്ചിട്ട് പറയും. ഒരു 4 ID ഉണ്ടായിരുന്നു, 4 IDയിൽ വന്നിരുന്നു. ആർക്കും മുഖം കൊടുത്തിട്ടില്ല. സിഗരറ്റ് വലിച്ചിട്ട് ഇത് ഓടിയിരുന്ന അവനെവിടെ? അതിൽ 1-2 ആളല്ല കുടുങ്ങുക. ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് 2 BHKയുടെ ഒരു ഇതൊക്കെ എടുത്ത്, കാരണം 1.5 കോടിയുടെ മേലെ പൈസ ഉണ്ട് അവൻ്റെ അക്കൗണ്ടിൽ. ആ പാവങ്ങളെ പറ്റിച്ചതും എനിക്ക് ഗിഫ്റ്റ് തന്ന എൻ്റെ പൈസയൊക്കെ സെറ്റാക്കി കൊടുത്തില്ലേ? നാണമില്ലാത്ത തേണ്ടി ചേറ്റ പാട്ടി കഴിവേറി. നാണമുണ്ടോടാ പാനി ഇപ്പോഴും നാട്ടുകാരുടെ മുമ്പിലിരുന്ന് തൂറി മെഴുകാൻ?